അഖിലിൻ്റെ വിവാഹം ഉറപ്പിച്ച സ്ഥിതിക്ക് അശ്വതി ഇനി ഇങ്ങനെ ദിവസവും ഇവിടെ വരുന്നത് ശരിയല്ല. ആര്യ ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അഖിലേട്ടനെ കാണാൻ വരുന്നതല്ല, മോളെ കാണാൻ വരുന്നതാ. അവളെൻ്റെ ചേച്ചിയുടെ മോളല്ലേ? അവളിൽ എനിക്ക് അവകാശമില്ലേ? ഉണ്ട്. നിന്റെ ചേച്ചിയുടെ മകളിൽ നിനക്ക് അവകാശമുണ്ട്. ആ അവകാശം ഒന്നുകൂടി ഉറപ്പിക്കാനാ അഖിലുമായുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ നിന്നോട് ഞങ്ങളെല്ലാവരും പറഞ്ഞത്. നീ അത് കേട്ടില്ല. അഖിലിനിപ്പോൾ വേറെ വിവാഹം ഉറപ്പിച്ചു. കൃത്യം ഒരാഴ്ച കഴിഞ്ഞാൽ നന്ദ ഈ പടി കയറി വരും. അഖിലിൻ്റെ ഭാര്യയായി മാത്രമല്ല, കാത്തുമോളുടെ അമ്മായിയായി കൂടി. അത് കഴിഞ്ഞാൽ നിനക്ക് മോളിലുള്ള അവകാശം ചെറിയമ്മ എന്നത് മാത്രമായിരിക്കും. ആര്യ സംസാരിച്ചു കഴിഞ്ഞതും അശ്വതി കാത്തുമോളെ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പുറത്തേക്കിറങ്ങി. വീട്ടിലേക്കുള്ള യാത്രയിൽ അവളുടെ മനസ്സ് നിറയെ അർച്ചനയായിരുന്നു. അവളെക്കാൾ ഒരു വയസ്സിന് മാത്രം മുതിർന്ന ചേച്ചി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെക്കാൾ കൂട്ടുകാരായിരുന്നു അർച്ചനയും അശ്വതിയും. ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്ന ജാതക ദോഷക്കാരിയായിരുന്നു അർച്ചന. അതുകൊണ്ട് തന്നെ അവൾക്ക് വന്ന വിവാഹാലോചനകളൊക്കെ മുടങ്ങിപ്പോയി. ഒടുവിൽ വന്ന ആലോചനയായിരുന്നു അഖിലിൻ്റേത്. അർച്ചനയുടെ അതേ ദോഷജാതകമായിരുന്നു അഖിലിൻ്റേത്. അതുകൊണ്ട് തന്നെ നല്ല ചേർച്ചയുണ്ടെന്ന് ജ്യോത്സ്യന്മാർ വിധിയെഴുതി. ആർഭാടപൂർവ്വം തന്നെ അവരുടെ വിവാഹം നടന്നു. ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ ജീവിതം. അധികം താമസിക്കാതെ അവൾ ഒരമ്മയായി. പ്രസവശേഷം പല സ്ത്രീകളിലും കണ്ടുവരുന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന അവസ്ഥ അവളെയും പിടികൂടി. അഖിലും വീട്ടുകാരും എത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും ആത്മഹത്യയിൽ നിന്നും അവളെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അമിതമായ ഉറക്ക ഗുളികകൾ കഴിച്ച് അർച്ചന ആത്മഹത്യ ചെയ്തു. വർഷം ഒന്ന് കഴിഞ്ഞു. കാത്തുമോൾക്കൊരമ്മ വേണമെന്ന് തോന്നിയപ്പോൾ എല്ലാവരും കൂടി അഖിലിനെ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാൻ നിർബന്ധിച്ചു. അതിനവർ കണ്ടെത്തിയ പെൺകുട്ടി അർച്ചനയുടെ അനിയത്തി അശ്വതി തന്നെയായിരുന്നു. പക്ഷേ അശ്വതി അതിന് സമ്മതിച്ചില്ല. കൂടപ്പിറപ്പായി കണ്ട അഖിലിനെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ലെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അഖിലിന് അവൻ്റെ വീട്ടുകാർ വേറെയൊരു പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും അശ്വതിയോടുള്ള നീരസം അവർക്ക് മാറിയില്ല. ആ ദേഷ്യമാണ് അവൻ്റെ ചേച്ചി ആര്യ ഇപ്പോൾ അവളോട് പ്രകടിപ്പിച്ചതെന്ന് അശ്വതിക്കറിയാമായിരുന്നു. നീ അഖിൽമോൻ്റെ വീട്ടിൽ പോയോ? വീട്ടിലേക്ക് കയറി ചെന്ന അവളോട് അച്ഛൻ ചോദിച്ചു. പോയിരുന്നു. എന്തിന്? കാത്തുമോളെ കാണാൻ. നീ എന്തിനാടി മോളെ കാണാൻ പോകുന്നത്? ആരെ കാണിക്കാനാ നിന്റെ അഭിനയം? ആ കൊച്ചിനോടോ അർച്ചന മോളോടോ എന്തെങ്കിലും സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ വിവാഹത്തിന് സമ്മതിച്ചേനെ. ഇപ്പോതേ അഖിലിന് വേറെ വിവാഹം ഉറപ്പിച്ചു. കയറി വരുന്നവൾ കാത്തുമോളെ നോക്കുമോ, രണ്ടാനമ്മ പോര് കാണിക്കുമോ എന്നൊക്കെ കണ്ടറിയണം. അശ്വതിയുടെ അമ്മ ദേഷ്യത്തോടെ പിന്നെയും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് എനിക്കെൻ്റെ സഹോദരനാണ്. അതുകൊണ്ട് തന്നെയാ വിവാഹത്തിന് സമ്മതിക്കാത്തത്. പിന്നെ കാത്തുമോൾ, അവളെ ഞാൻ തന്നെ വളർത്തും. ആർക്കും പോരെടുക്കാൻ ഞാനവളെ വിട്ടുകൊടുക്കില്ല. ദേഷ്യത്തോടെ അശ്വതി മുറിയിലേക്ക് പോയി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അഖിലിൻ്റെയും നന്ദയുടെയും വിവാഹ ദിവസം വന്നെത്തി. അർച്ചനയുടെ അച്ഛൻ തന്നെ താലിയെടുത്ത് കൊടുക്കണമെന്നത് അവൻ്റെ നിർബന്ധമായിരുന്നു. സ്റ്റോപ്പ് ഇറ്റ്! താലി കെട്ടുന്നതിന് തൊട്ടു മുൻപ് അത് തടഞ്ഞുകൊണ്ടുള്ള ഉറച്ച ശബ്ദം എല്ലാവരും കേട്ട് ഞെട്ടി. 2 പോലീസുകാർ കതിർ മണ്ഡപത്തിലേക്ക് കയറി ചെന്നു. എന്താ സാർ? അഖിലിൻ്റെ അച്ഛൻ ചോദിച്ചു. നിങ്ങളിവൻ്റെ ആരാ? അഖിലിനെ ചൂണ്ടി SI ചോദിച്ചു. ഞാനിവൻ്റെ അച്ഛനാ. ഞങ്ങൾ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. ഇവനെ മാത്രമല്ല, ദേ ഇവളെയും. ദേഷ്യത്തോടെ SI നന്ദയെ നോക്കി. അഖിലും നന്ദയും കതിർ മണ്ഡപത്തിൽ നിന്നും എഴുന്നേറ്റു. അറസ്റ്റ് ചെയ്യാൻ മാത്രം എന്ത് തെറ്റാ സാർ എൻ്റെ മകനും ഈ കുട്ടിയും ചെയ്തത്? ഇവൻ്റെ ഭാര്യയായിരുന്ന അർച്ചനയെ കൊലപ്പെടുത്തിയതിന്. SIയുടെ വാക്കുകൾ നൽകിയ ആഘാതത്തിൽ എല്ലാവരും പരസ്പരം നോക്കി. എന്തൊക്കെയാ സാർ നിങ്ങൾ പറയുന്നത്? എൻ്റെ മകളാണ് അർച്ചന. അഖിലെങ്ങനെയാണ് എൻ്റെ മകളെ നോക്കിയതെന്ന് ഞങ്ങൾക്കറിയാം. ഒരിക്കലും അവനത് ചെയ്യില്ല. സാറിനെ ആരോ കബളിപ്പിച്ചതാ. ആരാ അശ്വതി? എൻ്റെ ഇളയ മകളാണ്. ആ കുട്ടിയാണ് സഹോദരിയുടെ മരണത്തിൽ ഇവനെ സംശയമുണ്ടെന്ന് കാണിച്ച് പരാതി നൽകിയത്. ദേഷ്യത്തോടെ എല്ലാവരും അവളെ നോക്കി. എന്താടി ഇതൊക്കെ? എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നത്? കാത്തുമോളെ സ്വന്തമാക്കാനാണെങ്കിൽ അവളെ നിനക്ക് തരാൻ ഞാൻ സമ്മതിക്കില്ല. അശ്വതിയുടെ അമ്മ അവളെ ബലമായി പുറകിലേക്ക് തള്ളി. അമ്മ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? അർച്ചനയുടെ മരണത്തിൽ എനിക്ക് ഇയാളെ സംശയമുണ്ട്. ഇയാളെ മാത്രമല്ല, ഇവളെയും. അതിന് മാത്രം എന്ത് തെറ്റാടി എൻ്റെ അനിയൻ്റെ മേൽ നീ കണ്ടത്? വേണ്ട വേണ്ടാന്ന് 100 വട്ടം പറഞ്ഞിട്ട് അവസാനം നിനക്ക് ഇവനെ വേണമെന്ന് തോന്നി. അപ്പോഴേക്ക് നന്ദയായുള്ള ഇവൻ്റെ വിവാഹം ഉറപ്പിച്ചു. അത് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിനക്കത് സഹിക്കാനും പറ്റിയില്ല. അതുകൊണ്ടല്ലേടി നീ എൻ്റെ അനിയനും ഈ കൊച്ചിനുമെതിരെ കള്ളക്കേസ് കൊടുത്തത്. നിനക്ക് ഇവനോടുള്ള താല്പര്യം മനസ്സിലാക്കിയാണോ അർച്ചന ആത്മഹത്യ ചെയ്തതെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. ദേ ആര്യേച്ചി, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അർച്ചനയുടെ കഴുത്തിൽ ഇയാൾ താലി കെട്ടിയ നിമിഷം മുതൽ ഈ മനുഷ്യൻ എൻ്റെ സഹോദരൻ തന്നെയാണ്. അങ്ങനെ കണ്ടതിൽ എനിക്കിപ്പോൾ പുച്ഛം തോന്നുക. മതി നിന്റെ പ്രസംഗം.
എൻ്റെ അനിയൻ ചെയ്ത തെറ്റ് എന്താണെന്ന് നീ ആദ്യം പറയേ. നന്ദയുടെ അഖിലിൻ്റെയും വിവാഹം നിങ്ങൾ വീട്ടുകാർ ഉറപ്പിച്ചെന്നല്ലേ ചേച്ചി പറഞ്ഞത്? അതെ. വിവാഹം വേണ്ടെന്ന് വാശി പിടിച്ച് അവനെ നിർബന്ധിച്ച് വിവാഹത്തിന് സമ്മതിപ്പിച്ചതും മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്ത് നന്ദയെ കണ്ടുപിടിച്ചതുമൊക്കെ ഞങ്ങൾ തന്നെയാ. എന്നാൽ അങ്ങനെയല്ല. അങ്ങനെയാണെന്ന് ഇവർ രണ്ടുപേരും കൂടി നിങ്ങളെ ധരിപ്പിച്ചതാ. എന്തൊക്കെയാ അശ്വതി നീ ഈ പറയുന്നത്? വിവാഹം ഉറപ്പിച്ചതിന് ശേഷം മാത്രം അഖിൽ നന്ദയെ നേരിട്ട് കാണുന്നത് തന്നെ, അഖിലിൻ്റെ അച്ഛൻ പറഞ്ഞു. അല്ലെങ്കിൽ അന്ന് എൻ്റെ അർച്ചനേച്ചി മരിച്ച രാത്രി എല്ലാം തകർന്നവനെ പോലെ ഇയാൾ അഭിനയിച്ച് തകർത്ത രാത്രി ഇയാൾക്ക് വന്ന ഒരുപാട് കോളുകളിലൊന്ന് ഇവളുടേതായിരുന്നു. നന്ദു എന്ന് സേവ് ചെയ്ത നമ്പർ സ്ക്രീനിൽ ഇവളുടെ മുഖം തെളിഞ്ഞ് ഞാൻ കണ്ടതാ. കള്ളം, പച്ചക്കള്ളം, ഇവൾ പറയുന്നത് മുഴുവൻ കള്ളവാ. അതുവരെ മിണ്ടാതിരുന്ന അഖിൽ പൊട്ടിത്തെറിച്ചു. എനിക്ക് നന്ദയെ ഒരു പരിചയവുമില്ല. കള്ളം പറയുന്നത് നീയാണ് അഖിൽ. നീയും നന്ദയും ഒരുമിച്ച് പഠിച്ചതാ. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചതാ. എസ് ഐ അഖിലിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. അർച്ചനയുമായുള്ള വിവാഹം കഴിഞ്ഞ ശേഷവും നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നതിന് നിങ്ങളുടെ ഫോണുകൾ തെളിവാണ്. അതുകൊണ്ട് സത്യം പറയുന്നതാണ് നല്ലത്. സർ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അല്ലല്ലോ അഖിൽ, വേണമെങ്കിൽ കുറച്ച് സത്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. ശിവദാസ് എസ് ഐ തിരിഞ്ഞ് കോൺസ്റ്റബിളിനെ വിളിച്ചതും അയാൾ പുറത്തേക്ക് പോയി ഒരു ചെറുപ്പക്കാരനെയും കൂട്ടി വന്നു. അവനെ കണ്ടതും അഖിലും നന്ദയും വിളറി വെളുത്തു. ഇത് നിധിൻ, അഖിലിൻ്റെയും നന്ദയുടെയും കൂടെ പഠിച്ചതാ. ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്. ബാക്കി കഥ ഇവൻ പറയും. പറഞ്ഞോ നിധിൻ? നിധിൻ പേടിയോടെ എസ് ഐയെ നോക്കിയ ശേഷം പറഞ്ഞു തുടങ്ങി. ഇവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. വിവാഹം കഴിക്കാനും തീരുമാനിച്ചതാ. അപ്പോഴാ അഖിലിൻ്റെ ജാതകദോഷം നന്ദ അറിയുന്നത്. അഖിൽ അതിലൊന്നും വിശ്വസിച്ചിരുന്നില്ലെങ്കിലും നന്ദയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഒടുവിൽ ഇവളുടെ നിർബന്ധപ്രകാരമാണ് അഖിൽ വേറെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞ് ആ ബന്ധം വേർപെടുത്തി ഇവളെ വിവാഹം കഴിക്കണമെന്നായിരുന്നു നിബന്ധന. അങ്ങനെയാണ് അഖിൽ അർച്ചനയെ വിവാഹം കഴിക്കുന്നത്. അവളുടെ മേൽ എന്തെങ്കിലും കുറ്റം കണ്ടെത്തി ഡിവോഴ്സ് ചെയ്യാമെന്ന് ഇവരുടെ പ്ലാൻ തിരിച്ചുകൊണ്ട് അർച്ചന വളരെ പെട്ടെന്ന് തന്നെ അഖിലിൻ്റെ വീട്ടുകാരുടെ പ്രിയങ്കരിയായി. കൂടാതെ അവൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയായതോടുകൂടി അഖിൽ അവളെ ഉപേക്ഷിക്കില്ല എന്നൊരു പേടി നന്ദയ്ക്ക് തോന്നി. അർച്ചനയെ ഉപേക്ഷിക്കാൻ നന്ദ അഖിലിനെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അങ്ങനെ ഉപേക്ഷിച്ചാൽ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ അവനെതിരെ തിരിയുമെന്ന് അഖിലിനറിയാമായിരുന്നു. അങ്ങനെയാണ് അർച്ചനയെ ഒഴിവാക്കാൻ അവളെ കൊല്ലുക എന്ന പ്ലാനിൽ ഇവർ എത്തിയത്. നിതിൻ പറഞ്ഞു നിർത്തി. അർച്ചന വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചത്. ആ വിഷം എങ്ങനെ അർച്ചനയുടെ ഉള്ളിൽ ചെന്നതെന്ന് നീ തന്നെ പറയണോ അഖിൽ? അഖിൽ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ല അഖിൽ, നീ മറുപടി പറഞ്ഞേ പറ്റൂ. ഞാൻ തന്നെ അത് ചെയ്തത്. ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ അഖിൽ സത്യം തുറന്നു പറഞ്ഞു. എങ്ങനെ? ആദ്യം അവൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണെന്ന് എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പിന്നെ അവൾ അറിയാതെ അവൾ കുടിക്കുന്ന പാലിൽ ഉറക്ക ഗുളികകൾ കലക്കി. പറഞ്ഞു തീർന്നതും അഖിലിൻ്റെ അമ്മയുടെ കൈ അവൻ്റെ മുഖത്ത് പതിഞ്ഞു. ദ്രോഹി, വേണ്ടായിരുന്നെങ്കിൽ ഉപേക്ഷിക്കായിരുന്നില്ലേ? കൊന്നു കളയണമായിരുന്നോടാ. എൻ്റെ കുഞ്ഞ് നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നിട്ടും നീ എന്തിനാ? അർച്ചനയുടെ അമ്മ ബോധം മറിഞ്ഞ് താഴേക്ക് വീണു. പിടിച്ച് കയറ്റോടെ രണ്ടിനെയും. എസ് ഐയുടെ വാക്ക് കേട്ടതും ശിവദാസും ഒരു ലേഡി കോൺസ്റ്റബിളും വന്ന് അഖിലിനെയും നന്ദയെയും പിടിച്ചുകൊണ്ടുപോയി. അശ്വതി ആര്യയുടെ കയ്യിലിരുന്ന കാത്തുമോളെ വാങ്ങി അവളുടെ നെഞ്ചോട് ചേർത്തു. ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന വാശിയോടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.